ആകാശവാണി വാർത്താ വീക്ഷണം. ഹോളി ഐക്യത്തിൻ്റെയും നവീകരണത്തിൻ്റെയും വർണ്ണോത്സവം. തയ്യാറാക്കിയത് കിരൺ ശങ്കർ. അവതരണം മഹേഷ് ദിവാകരൻ. ലോകത്തിലെ ഏറ്റവും നിറവൈവിധ്യമാർന്നതും ആനന്ദപൂർണവുമായ ഉത്സവങ്ങളിൽ ഒന്നാണ് ഹോളി. ഇന്ത്യയിലെ സാംസ്കാരികവും ആത്മീയവുമായ പാരമ്പര്യങ്ങളിൽ ആഴത്തിൽ വേരൂന്നിയിരിക്കുന്ന ഈ ഉത്സവം മതം, പ്രദേശം, ദേശീയത എന്നീ അതിർത്തികൾ കടന്ന് സർവ്വലോക ആനന്ദത്തിൻ്റെയും നവീകരണത്തിൻ്റെയും ഐക്യത്തിൻ്റെയും പ്രതീകമായി ഇന്ന് മാറിയിരിക്കുന്നു. പ്രധാനമായും ഇന്ത്യയിലും നേപ്പാളിലും ആഘോഷിക്കപ്പെടുന്ന ഹോളി ഇന്ന് ലോകമെമ്പാടും വ്യാപകമായി സ്വീകരിക്കപ്പെടുന്നുണ്ട്. വസന്തകാലത്തിൻ്റെ വരവിനെയും നന്മയുടെ വിജയത്തെയും സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും ശക്തിയെയും ഹോളി അടയാളപ്പെടുത്തുന്നു. നിറപ്പൊടികൾ ദേഹത്ത് വിതറിയും നിറങ്ങൾ കലക്കിയ ജലം പരസ്പരം കോരിയൊഴിച്ചും ആഘോഷിക്കപ്പെടുന്ന ഹോളി സാമൂഹിക ഐക്യവും മനുഷ്യബന്ധങ്ങളും ശക്തിപ്പെടുത്തുന്നതിനുള്ള ഉത്സവമായി പരക്കെ കരുതപ്പെടുന്നു. ഉത്തരേന്ത്യയിലാണ് പ്രധാനമായും ഹോളി ആഘോഷിച്ചു വരുന്നത്. ഗുജറാത്തികളും പഞ്ചാബികളുമാണ് ഹോളി ആഘോഷിക്കുന്നതിന് മുൻപന്തിയിൽ നിൽക്കുന്നവരെങ്കിലും മുംബൈ, ദില്ലി പോലുള്ള നഗരങ്ങളിൽ ഇന്ന് ഹോളി ആഘോഷിക്കാത്തവർ ചുരുക്കമാണ്. ദക്ഷിണേന്ത്യയിലും ഇപ്പോൾ ഹോളി ആഘോഷിക്കപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. ജാതി മതഭേദമന്യേ ജനങ്ങൾ ഹോളി ആഘോഷങ്ങളിൽ പങ്കുചേരുന്നു. പരസ്പരം നിറം പുരട്ടുമ്പോൾ ശത്രുത അകന്ന് ഒരുമ വർദ്ധിക്കുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഹിന്ദു കലണ്ടർ അനുസരിച്ച് ഫാൽഗുന മാസത്തിലെ പൗർണമിയാണ് ഹോളി ദിനമായി ആചരിക്കുന്നത്. പൂർണ്ണചന്ദ്രൻ ഉദിക്കുന്ന രാത്രിയിൽ ഹോളി ആഘോഷം തുടങ്ങുന്നു. പിറ്റേന്നാണ് യഥാർത്ഥ ഹോളി ദിവസം. ഇത് പ്രകാരം മാർച്ച് 4-നാണ് ഈ വർഷം രാജ്യമൊട്ടാകെ ഹോളി ആഘോഷിക്കുന്നത്. ഇന്ത്യയുടെ പല ഭാഗത്തും പല ആചാരങ്ങളാണ് ഹോളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഹോളി പണ്ട് കർഷകരുടെ ആഘോഷമായിരുന്നു. സമൃദ്ധമായ വിളവ് ലഭിക്കാനും മണ്ണിനെ ഫലഭൂയിഷ്ടമാക്കാനുമായി തുടങ്ങിയ ആഘോഷമായിരുന്നു ഹോളി. എന്നാൽ ഹോളിയുമായി ബന്ധപ്പെട്ട നിരവധി ഐതിഹ്യങ്ങളും നിലവിലുണ്ട്. ഹിന്ദു പുരാണത്തിലെ പ്രഹ്ലാദന്റെ കഥയാണ് പ്രധാനമായും ഹോളിയുടെ അടിസ്ഥാനം. പ്രഹ്ലാദന്റെ പിതാവ് ഹിരണ്യകശിപുവിന്റെ സഹോദരിയായിരുന്നു ഹോളിക. ബ്രഹ്മാവിൽ നിന്നും ലഭിച്ച വരത്തിന്റെ ബലത്താൽ 3 ലോകങ്ങളും കീഴടക്കിയ ഹിരണ്യകശിപു തനിക്ക് മഹാവിഷ്ണുവിനെ വരെ കീഴടക്കാനാകുമെന്ന് അഹങ്കാരം കൊണ്ട് വിശ്വസിച്ചു. ആരും വിഷ്ണുവിനെ ആരാധിക്കരുതെന്നും സകലരും തന്നെ ആരാധിക്കണമെന്നും ഹിരണ്യകശിപു ഉത്തരവിട്ടു. എന്നാൽ തന്റെ 5 വയസ്സുകാരനായ മകൻ പ്രഹ്ലാദൻ തികഞ്ഞ വിഷ്ണു ഭക്തനായിരുന്നു. അച്ഛന്റെ ആജ്ഞയെ ധിക്കരിച്ച പ്രഹ്ലാദൻ വിഷ്ണുവിനെ ആരാധിച്ചുകൊണ്ടിരുന്നു. തുടർന്ന് പ്രഹ്ലാദനെ വധിക്കാൻ ഹിരണ്യകശിപു ഉത്തരവിട്ടു. എന്നാൽ വിഷ്ണുവിന്റെ ശക്തിയാൽ പ്രഹ്ലാദനെ ഒന്നും ചെയ്യാനായില്ല. ഒടുവിൽ ഹിരണ്യകശിപു തന്റെ സഹോദരി ഹോളികയുടെ സഹായം അഭ്യർത്ഥിച്ചു. അഗ്നിദേവൻ സമ്മാനിച്ച വസ്ത്രമണിഞ്ഞാൽ അഗ്നിക്കിരയാകില്ലെന്ന വരം ഹോളികയ്ക്ക് കിട്ടിയിരുന്നു. അവർ പ്രഹ്ലാദനെയും കൈകളിലെടുത്തു അഗ്നിയിലേക്ക് ഇറങ്ങി. എന്നാൽ വിഷ്ണുവിന്റെ അനുഗ്രഹത്താൽ പ്രഹ്ലാദൻ പൊള്ളൽ പോലും ഏൽക്കാതെ രക്ഷപ്പെടുകയും ഹോളിക തീയിൽ വെന്തുമരിക്കുകയും ചെയ്തു. ഈ ഐതിഹ്യത്തെ തിന്മയുടെ മേൽ നന്മ വിജയം നേടിയതിന്റെ പ്രതീകമായി ആഘോഷിക്കാൻ ഹോളിയുടെ തലേന്ന് രാത്രി വിഷ്ണു ക്ഷേത്രങ്ങളിൽ ഹോളികയെ കത്തിക്കുന്ന ഹോളികാ ദഹൻ ചടങ്ങ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിവരുന്നു. ഹോളിയുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാന കഥ കൃഷ്ണനെയും രാധയെയും സംബന്ധിച്ചതാണ്. കൃഷ്ണൻ തന്റെ ഇരുണ്ട വർണ്ണത്തെക്കുറിച്ച് വളർത്തമ്മയായ യശോദയോട് പരാതി പറഞ്ഞു. രാധയും മറ്റ് ഗോപസ്ത്രീകളും വെളുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നായിരുന്നു കൃഷ്ണന് അറിയേണ്ടത്. യശോദ കൃഷ്ണന് ഒരു ഉപായം പറഞ്ഞുകൊടുത്തു. രാധയുടെ ദേഹത്ത് കൃഷ്ണന് ഇഷ്ടമുള്ള നിറങ്ങൾ കലക്കിയൊഴിക്കാൻ യശോദ തമാശയായി പറഞ്ഞു. കൃഷ്ണൻ അങ്ങനെ ചെയ്തു. ഹോളിയിൽ നിറങ്ങൾ വാരി വിതറുന്നത് കൃഷ്ണന്റെ ഈ കഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നാണ് മറ്റൊരു വിശ്വാസം. ഹോളി പ്രധാനമായും 2 ദിവസങ്ങളിലാണ് ആഘോഷിക്കുന്നത്. പൗർണമി ദിവസം വൈകുന്നേരം ഹോളികാ ദഹൻ ആചരിക്കുന്നു. ഈ ദിവസം ആളുകൾ അഗ്നിയുടെ ചുറ്റും കൂടി പ്രാർത്ഥനകളും പൂജകളും നടത്തുന്നു. തീ ദുഷ്ടശക്തികളുടെ നാശത്തെയും ആത്മശുദ്ധിയെയും പ്രതിനിധീകരിക്കുന്നു എന്നാണ് കരുതപ്പെടുന്നത്. 2-ാം ദിവസമാണ് ആളുകൾ പരസ്പരം വർണ്ണങ്ങൾ വിതറി ഹോളി ആഘോഷിക്കുന്നത്. സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും മാത്രമല്ല, ഒരു പ്രദേശമാകെ ഈ വേളയിൽ ഒന്നുചേരുന്നു. നിറങ്ങൾ ദേഹത്ത് വിതറുമ്പോൾ ബുരാന മാനോ ഹോളി ഹേ അഥവാ മറ്റൊന്നും തോന്നരുത്, ഹോളിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷമയും സൗഹൃദവും ആളുകൾ പരസ്പരം പ്രതിഫലിപ്പിക്കുന്നു. സാംസ്കാരികമായി ഹോളി നിറങ്ങളുടെ മാത്രം ഉത്സവമല്ല, വസന്തത്തിന്റെ വരവും ശീതകാലത്തിന്റെ അവസാനവും ഇത് സൂചിപ്പിക്കുന്നു. കർഷക സമൂഹങ്ങളിൽ ഇത് റാബി വിളകളുടെ വിളവെടുപ്പിന്റെ ആഘോഷവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രവചനാതീതമായ കാലാവസ്ഥ, കീടങ്ങൾ തുടങ്ങിയ വെല്ലുവിളികളെ അതിജീവിച്ച് മാസങ്ങളോളം കൃഷിയിടങ്ങളിൽ കഠിനാധ്വാനം ചെയ്ത ശേഷമുണ്ടാകുന്ന വിജയകരമായ വിളവെടുപ്പ് കർഷകർക്ക് സന്തോഷകരമായ ആഘോഷത്തിന് കാരണമാകുന്നു. ഹോളികാ ദഹൻ എന്ന ചടങ്ങിൽ കൊളുത്തുന്ന അഗ്നികുണ്ഡം ഭൂമിയുടെ ശുദ്ധീകരണത്തെയും പ്രതികൂല സാഹചര്യങ്ങളുടെ മേലുള്ള വിജയത്തെയും പ്രതീകവൽക്കരിക്കുന്നു. എന്നാൽ ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ ഹോളി വ്യത്യസ്ത രീതികളിലാണ് ആഘോഷിക്കപ്പെടുന്നത്. ഇന്ത്യയിലെ പ്രധാന ഹോളി ആഘോഷ കേന്ദ്രങ്ങളിലൊന്നായ ഉത്തർപ്രദേശിലെ ബർസാനയിൽ ലഠ്മാർ ഹോളി എന്നാണ്
അറിയപ്പെടുന്നത്. രാധയുടെ ജന്മസ്ഥലമായി കരുതപ്പെടുന്ന ബർസാനയിലേക്ക് ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥലമായി കരുതപ്പെടുന്ന നന്ദ്ഗാവിൽ നിന്ന് വരുന്ന പുരുഷന്മാരെ വടികൊണ്ട് തമാശയായി അടികൊടുക്കുന്നതും ഇവരെ സ്ത്രീകളുടെ വേഷം ധരിപ്പിച്ച് നൃത്തം ചെയ്യിപ്പിച്ചും കൊണ്ടാണ് അവിടെ സ്ത്രീകൾ ഈ ദിനം സ്വീകരിക്കുന്നത്. അടുത്ത ദിവസം ഇതിന് പകരമായി പുരുഷന്മാർ സ്ത്രീകളുടെ നേർക്ക് നിറങ്ങൾ വിതറി ആഘോഷം പൂർത്തിയാക്കുന്നു. പശ്ചിമ ബംഗാളിൽ ഡോൾ ജാത്ര എന്ന പേരിൽ ഹോളി ആഘോഷിക്കുന്നു. മനോഹരമായി അലങ്കരിച്ച പല്ലക്കുകളിൽ കൃഷ്ണന്റെയും രാധയുടെയും വിഗ്രഹങ്ങൾ സ്ഥാപിച്ച് നഗരത്തിലെ പ്രധാന തെരുവുകളിലൂടെ കൊണ്ടുപോകുന്നതിലൂടെയാണ് ഈ ആഘോഷം നടക്കുന്നത്. സ്ത്രീകൾ പല്ലക്കിന് ചുറ്റും നൃത്തം വയ്ക്കുകയും ഭക്തിഗാനങ്ങൾ ആലപിക്കുകയും ചെയ്യുമ്പോൾ പുരുഷന്മാർ നിറമുള്ള വെള്ളവും പൊടിയും തളിക്കുന്നു. ഗുജറാത്തിൽ ഹോളി 2 ദിവസത്തെ ഉത്സവമാണ്. ആദ്യ ദിവസം വൈകുന്നേരം തേങ്ങയും ചോളവും അഗ്നികുണ്ഡത്തിൽ അർപ്പിക്കുന്നു. നിറമുള്ള വെള്ളം തളിച്ചും പരസ്പരം നിറങ്ങൾ പുരട്ടിയും ആഘോഷിക്കുന്ന 2ാം ദിവസത്തെ ആഘോഷത്തെ ദുലേതി എന്ന് വിളിക്കുന്നു. ഗുജറാത്തിലെ ദ്വാരകയിലെ ദ്വാരകാധീഷ് ക്ഷേത്രത്തിൽ ഹോളി സംഗീത ആഘോഷങ്ങളോടെ ആഘോഷിക്കുന്നു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ ഗോവയിൽ ഷിംഗോ എന്ന പേരിലാണ് ഹോളി ആഘോഷിക്കപ്പെടുന്നത്. ഗോവൻ തലസ്ഥാനമായ പനാജിയിൽ നടക്കുന്ന വലിയ ഘോഷയാത്രയാണ് ഇതിന്റെ ഏറ്റവും പ്രധാന ആകർഷണം. പുരാണ മത കഥകൾ ചിത്രീകരിക്കുന്ന സാംസ്കാരിക നാടകങ്ങളും രൂപങ്ങളും ഈ യാത്രയിൽ അണിനിരക്കുന്നു. എല്ലാ ജാതി മത വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളും ഈ ഉത്സവത്തിൽ പങ്കെടുക്കുന്നു. ഇവ കൂടാതെ ദുലന്തി ഹോളി, കാമൻ പണ്ഡിഗൈ, ബസന്ത് ഉത്സവ്, ഭാംഗു പൂർണിമ, രംഗ് പഞ്ചമി എന്നിങ്ങനെ വിവിധ പേരുകളിൽ രാജ്യത്തെ പലയിടങ്ങളിലായി ഹോളി ആഘോഷിക്കപ്പെടുന്നു. ഇന്ത്യക്ക് പുറത്ത് നേപ്പാൾ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, US, മൗറീഷ്യസ്, ഇന്തോനേഷ്യ, ഫിജി, സുരിനാം, ഗയാന, ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിലും ഹോളി ആഘോഷിക്കപ്പെടുന്നുണ്ട്. ഹോളിയിൽ വിതറുന്ന നിറങ്ങൾ ഓരോ ആശയങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നതായും വിശ്വസിക്കപ്പെടുന്നു. ചുവപ്പ് സ്നേഹവും ശക്തിയും, മഞ്ഞ ശുദ്ധിയും ആരോഗ്യവും, പച്ച നവീകരണവും ഉയർച്ചയും, നീലം കൃഷ്ണനുമായി ബന്ധപ്പെട്ട ദൈവികത എന്നിങ്ങനെ പോകുന്നു. ഈ നിറങ്ങളെ പൊതുവെ ഗുലാൻ അല്ലെങ്കിൽ അബീർ എന്ന് വിളിക്കുന്നു. പഴയ കാലഘട്ടങ്ങളിൽ ഇന്ത്യൻ കോറൽ വൃക്ഷം എന്നറിയപ്പെടുന്ന മുരുക്കിൽ നിന്നാണ് ഈ നിറങ്ങൾ പ്രകൃതിദത്തമായി വേർതിരിച്ചെടുത്തിരുന്നത്. ഇതിന് ചർമ്മത്തിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഔഷധ ശേഷിയുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് വൃക്ഷങ്ങളുടെ ദൗർലഭ്യം മൂലം വ്യാവസായികമായി കൃത്രിമ രാസവസ്തുക്കൾ കൂടി ഉൾപ്പെടുത്തിയാണ് നിറങ്ങൾ നിർമ്മിക്കുന്നത്. ഇവ ചർമ്മത്തിനും കണ്ണുകൾക്കും ദോഷകരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഹോളിയുമായി ബന്ധപ്പെട്ട് പ്രത്യേക ഭക്ഷണ വിഭവങ്ങളും വീടുകളിൽ തയ്യാറാക്കപ്പെടാറുണ്ട്. പാൽക്കട്ടി, പഞ്ചസാര, ഡ്രൈ ഫ്രൂട്ട്സ് എന്നിവ നിറച്ച ഗുജിയ, പാൽ, അണ്ടിപ്പരിപ്പ്, സുഗന്ധ വ്യഞ്ജനങ്ങൾ എന്നിവ ചേർത്തുണ്ടാക്കുന്ന പാനീയമായ തണ്ടായി, മാൽപുവ, തൈരും മസാലകളും ചേർത്ത ഉഴുന്നുവട പോലുള്ള ദഹി ഭല്ല തുടങ്ങിയ മധുര പലഹാരങ്ങൾ ഇവയിൽ പ്രധാനമാണ്. ചരിത്രപരമായി കവിതകളിലും ചിത്രങ്ങളിലും ഹോളി പ്രധാനമായ വിഷയമായി പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. മുഗൾ കാലഘട്ടത്തിൽ എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും ചക്രവർത്തിയുടെ മേൽ നിറം വിതറാൻ കഴിയുന്ന തരത്തിൽ ഹോളി ആഘോഷിച്ചിരുന്നുവെന്ന് ചരിത്രകാരന്മാർ സൂചിപ്പിക്കുന്നു. ചക്രവർത്തിമാരുടെ വസതിയിലായിരുന്നു ചുവപ്പ് കോട്ടയിൽ ഈദ് ഇ ഗുലാബി അല്ലെങ്കിൽ ആബ് ഇ പാഷി എന്ന പേരിൽ ഗംഭീരമായ ആഘോഷങ്ങൾ ഹോളിയോടനുബന്ധിച്ച് നടന്നിരുന്നു. അവസാന മുഗൾ രാജാവായിരുന്ന ബഹദൂർ ഷാ സഫർ ഹോളി ആഘോഷത്തിനായി ഒരു ഗാനം തന്നെ രചിച്ചിരുന്നു. അമീർ ഖുസ്രു, ഇബ്രാഹിം റാസ് ഖാൻ, നസീർ അക്ബർബാദി തുടങ്ങിയ അക്കാലത്തെ കവിതകളും ഹോളിയെ തങ്ങളുടെ എഴുത്തുകളിൽ ആഘോഷിച്ചിട്ടുണ്ടെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. ജഹാംഗീർ, മുഹമ്മദ് ഷാ തുടങ്ങിയവരുടെ കാലഘട്ടത്തിൽ രാജകൊട്ടാരത്തിൽ നടന്ന ഹോളി ആഘോഷത്തിന്റെ പെയിന്റിങ്ങുകളും ലഭ്യമാണ്. രജപുത് രാജാക്കന്മാരായിരുന്ന മഹാറാണ ഭഗത് സിംഗ്, മഹാറാണ സ്വരൂപ് സിംഗ്, മഹാറാണ ജഗത് സിംഗ് എന്നിവരുടെയും രാജകീയ ഹോളി ആഘോഷത്തിന്റെ ചിത്രങ്ങൾ ചരിത്രത്താളുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഹോളിയോടനുബന്ധിച്ച് 7 ദിവസം ബംഗാളിൽ അവധി നൽകപ്പെട്ടിരുന്നു. അക്കാലത്തെ ഇന്ത്യയുടെ ജീവിതം വരച്ചു ലോകത്തിന് മുന്നിലെത്തിച്ച വിഖ്യാതനായ വില്യം കാർപ്പന്ററിന്റെ പെയിന്റിങ്ങുകളിൽ ഹോളിയോടനുബന്ധിച്ചുള്ള രചനകൾ ഉൾപ്പെട്ടിട്ടുള്ളതായി കാണാം. ഇന്നത്തെ ലോകത്തിൽ ഹോളി ഐക്യത്തിന്റെയും ക്ഷമയുടെയും സന്ദേശം നൽകുന്നു. നിറങ്ങളുടെ ഉത്സവമായിരിക്കുമ്പോൾ തന്നെ ആത്മീയവും സാംസ്കാരികവുമായ ഒരു മഹത്തായ ആഘോഷമായി ഹോളി ആചരിക്കപ്പെടുന്നു. വിഭജിതമായ ലോകത്തിൽ ഹോളി ഐക്യത്തിന്റെയും നവീകരണത്തിന്റെയും ആഘോഷമായി എന്നെന്നും നിലനിൽക്കുമെന്ന് പ്രത്യാശിക്കാം. പരസ്പരം നിറം പുരട്ടുന്നതിലൂടെ മനുഷ്യർ തമ്മിലുള്ള വ്യത്യാസങ്ങൾ മറക്കുന്ന സാഹോദര്യത്തിന്റെയും സമത്വത്തിന്റെയും നല്ല കാലത്തിലുള്ള വർണ്ണോജ്വലമായ വരവേൽപ്പായി ഹോളിയെ പ്രതീക്ഷയോടെ ആഘോഷിക്കാം. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം.